ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച്. പക്ഷെ മൊത്തം നെഗറ്റീവായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഇവിടുന്ന് തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ മണ്ടത്തരങ്ങളും എന്താ പറയുക, മൊത്തത്തിൽ ഇന്നത്തെ ദിവസം പോക്കായിരുന്നു. ഇത് ഇവിടെ തൊട്ട് തുടങ്ങുക, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി വരുമ്പോഴേക്കും എൻ്റെ സ്റ്റവിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. ഇതെന്താ പറ്റിയെന്ന് എനിക്കൊരു പിടിയുണ്ടാകുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് വിചാരിച്ച് ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റവും ബർണറൊക്കെ മാറ്റേണ്ടി വരുമോ എന്ന് വരെ വിചാരിച്ചു. കാരണം എന്തൊക്കെയോ ഇങ്ങനെ ഒലിച്ചടങ്ങുന്നുണ്ടായിരുന്നു കരി പോലെ. പിന്നെ സ്മെല്ല് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ഏതാണെന്ന് ഒന്നും മനസ്സിലാവണില്ല. ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇടണം. എന്നാലും എൻ്റെ സ്റ്റവിന് എന്താ പറ്റിയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും ഒരു ഇത് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് 2 അടുപ്പുള്ളൂ. അതിൽ ഈ അടുപ്പാണ് കുറച്ച് ചൂട് കൂടിയ സംഭവം. അത് ഇങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് പൊട്ടിത്തെറിച്ചില്ല എന്ന് പറയാം. എങ്കിലും എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുത്ത് കൊണ്ടിട്ടുണ്ട്, തുടച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ കരിയാണ് കേട്ടോ. വേറെ സ്മെല്ലൊന്നുമില്ല, പക്ഷെ കരിയും പശ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്താ ഏതാന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്നിട്ട് അച്ഛന് മെസ്സേജ് അയച്ച് കൊടുക്കുന്നുണ്ട്, സുനുവിന് മെസ്സേജ് അയച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കത്തിച്ചിട്ടൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക തന്നെയാണെന്ന്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇതെന്താന്ന്. അങ്ങനെ എല്ലായിടത്തും തുടച്ച് നോക്കുമ്പോൾ അത് പോണില്ല, ടാറ് പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നനഞ്ഞ തുണി വെച്ച് തുടച്ചിട്ട് പോകാണ്ടായപ്പോൾ ഞാനത് അങ്ങോട്ട് ഊരിയെടുത്തു. കുറച്ച് ടൈറ്റ് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചൂടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ വലിച്ചൂരി എടുത്ത് ഇങ്ങനെ ലിക്വിഡൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്ക്രബ്ബറൊക്കെ വെച്ച് ഇങ്ങനെ ഉരച്ച് നോക്കി. പക്ഷെ ഒരു മാറ്റമില്ല കേട്ടോ. അതിൻ്റെ ഇതൊക്കെ അടഞ്ഞിരിക്കുക ഹോളൊക്കെ. അത് കഴിഞ്ഞിട്ട് WD-40 പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. തുരുമ്പും എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടല്ലോ, എന്തെങ്കിലും അടഞ്ഞിരിക്കുക ടൈറ്റ് ആയിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതടിച്ച് കഴിഞ്ഞാൽ പോവും. മൾട്ടി പർപ്പസ് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതടിച്ചിട്ടും പോയൊന്നുമില്ല. സനേഷേട്ട ഇടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് വെച്ച് അടിച്ച് നോക്കുക, പിന്നെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകി വെക്കുക, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒരു മാറ്റമില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാനിത് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സത്യം പറയാമല്ലോ, എൻ്റെ നേരം മൊത്തം ചുറ്റി. എന്താ ഇപ്പോൾ 5:45 6 മണിക്ക് ആവാറാവുണ്ട് എണീക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് ഈ ഒരു പരിപാടി സ്റ്റവ് അങ്ങോട്ട് വർക്ക് ചെയ്യണില്ല മര്യാദയ്ക്ക്. എനിക്ക് നല്ല പേടിയുണ്ട് കത്തിക്കാൻ. കാരണം ഇതിങ്ങനെ മര്യാദയ്ക്ക് കത്തണില്ല, ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണല്ലോ. ചെറിയ രീതിക്കേ കത്തണുള്ളൂ. പിന്നെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് വിൽക്കാണ്ട് രക്ഷയില്ല. സ്കൂളിലേക്ക് കൊടുത്തു വിടണ്ടേ വല്ലതും. അതോട് ഞാൻ പുറത്തുനിന്ന് മേടിക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴതാ നമ്മുടെ ബേസിൻ്റെ ഉള്ളിൽ വലിയൊരു മണ്ടൻ പഴുതാര. ഞാൻ ഇന്നലെ മാവ് അരച്ചപ്പോഴേ ഇങ്ങനെ ജാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉരച്ചിട്ട് പോവാണ്ടായിപ്പോൾ ഉഴുന്നു അതും ഇതൊക്കെ. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുക. എന്തോ ഭാഗ്യത്തിന് എന്നെ കടിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്പർ 2 ഇതായിരുന്നു കേട്ടോ. ഇത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കൊരു പിടിയില്ല. വലിയ സാധനമായിരുന്നു. വെള്ളം കൊണ്ടിട്ടും പിന്നെ ഈ WD-40 അതിൻ്റെ സ്മെല്ലും കൂടി കൊണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നേക്കാൾ. അങ്ങനെ അതും കൂടി കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇന്ന് വട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റവ് ചെറുതായിട്ട് കത്തുണ്ടല്ലോ എന്നൊരു ധൈര്യത്തിൽ ഇഡ്ഡലി വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ വീണ്ടും എന്തൊക്കെയോ ഒലിച്ചിറങ്ങുന്നുണ്ട്. സ്മെല്ലില്ല, പക്ഷെ എന്താ ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ആകെ ഒരു ടെൻഷൻ കേട്ടോ. ഇനി നമ്മുടെ സ്റ്റവ് കേടായോ ഏതാ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ അച്ഛന് മെസ്സേജ് അയച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ പറയുക, അത് ബർണർ മാറ്റാറായിട്ടുണ്ട്, അതൊന്നും കൊണ്ടുപോയി മാറ്റിയാൽ മതി എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. മനസ്സിലായില്ല എന്താന്ന്. അതിന് വല്ലതും തിളച്ച് പോയോ എന്നൊക്കെ അച്ഛൻ ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ തിളച്ച് പോണ രീതിയിൽ ഞാൻ അധികം ഒന്നും വെക്കാറില്ല കേട്ടോ. പരമാവധി ചൂട് കുറഞ്ഞ സ്റ്റവിലാണ് കൂടുതൽ വെക്കുക. അതുകൊണ്ട് തന്നെ അധികം തിളച്ച് പോക്കുക അതില്ല. പക്ഷേ ഇതിലധികം ഇല്ല. എങ്കിലും എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണേ. അപ്പം ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു. പാക്കറ്റിൽ കുറച്ചധികം ഉണ്ടായിരുന്നു, അതാട്ടോ കുറച്ച് കൂടുതൽ വീണു ഇതിലേക്ക്. അപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കേട്ടോ, മാറ്റി ഒഴിച്ചു. ആവശ്യമുള്ളത് എല്ലാം പരട്ടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇഡ്ഡലിക്കുള്ള ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 വട്ടമായിട്ട് മാവിനെ അരയ്ക്കുമ്പോൾ ചോറ് എന്തെങ്കിലുമൊക്കെ കൂടി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം ചോറൊന്നും ഇട്ടിട്ടില്ല. വെറുതെ ഉഴുന്നും പച്ചരിയും കൂടി അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇഡ്ഡലി. അല്ലെങ്കിൽ ചിലപ്പോൾ ചോറിൻ്റെ അളവ് കൂടി പോയാലും പശ പോലെ ഇങ്ങനെ ഇരിക്കും. ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിലിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ
ചില സമയത്ത് കൂടി പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും ഇട്ടില്ല. അങ്ങനെ ദാ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നേരമായിട്ടും പല്ലൊന്നും തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇടയിൽ ഓടിപ്പോയിട്ടൊന്ന് പല്ല് തേച്ചു. കാരണം 2 സ്റ്റൗവും ഫ്രീ ആണല്ലോ. ഫ്രീ അല്ല, ബിസി ആണല്ലോ. അതുകൊണ്ട് പിന്നെ അതാ ചോറ് തിളച്ചല്ലോ. അപ്പോൾ അതിൽ കുറച്ച് കല്ലുപ്പിട്ട് ഒന്ന് ഉപ്പൊന്നും പിടിക്കുക. നമ്മൾ ചോറിൽ ഉപ്പിടും കേട്ടോ. അങ്ങനെ ഒന്ന് അലിയാൻ വേണ്ടി, കല്ലുപ്പ് ഒന്ന് അലിയാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വെക്കണോണ്ട് രാവിലെ ചോറ് വേവണില്ല എന്നുള്ളൊരു വിഷമമില്ല കേട്ടോ. പിന്നെ മട്ടരിയാണ്, എന്നാലും അത്യാവശ്യം വേവൊക്കെ ഉണ്ട് കേട്ടോ ഇതിനും. മറ്റത് കുക്കറിൽ 5 മണിക്ക് എടുത്തിട്ട് കുക്കറിൽ വെച്ചാലും ചില സമയത്ത് വേവണമൊന്നുമില്ല. വേവ് കുറഞ്ഞ ഇതാ കിട്ടണം. വേവ് കുറഞ്ഞാൽ ചോറ് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല. വേവ് കൂടിക്കഴിഞ്ഞാൽ പ്ലിങ്ങാവും, തൊടുമ്പോഴേക്കും അങ്ങോട്ട് ഉടഞ്ഞും പോവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് റൈസ് കുക്കറിൽ വെച്ച് നോക്കി. അപ്പോൾ സെറ്റാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. എന്തെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. ഞാനിപ്പോൾ ഇഡ്ഡലി 2 സെറ്റായിട്ടാട്ടോ വയ്ക്കാവൂ. 2 സെറ്റിലും വെക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ച് വയ്ക്കുമ്പോൾ വേവില്ല, വെന്ത് കിട്ടണില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെച്ച് അത് വെന്തതിന് ശേഷം വീണ്ടും അടുത്തത് വെക്കാട്ടോ ചെയ്യണത്. അതെന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇഡ്ഡലി വേവണില്ല. അങ്ങനെ ഇതായിരുന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടാ നമ്മുടെ ഈ റൈസ് കുക്കറുണ്ടല്ലോ, അതും ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതാണ് ഈ കലത്തും ഒട്ടിപ്പിടിച്ചിട്ട് ഉരുക്കി പോയിക്കണം. അതെനിക്ക് പിന്നെയാട്ടോ മനസ്സിലായത്. അവിടെ ഒന്ന് നോക്കിയിട്ട് ആ റബ്ബർ പോലത്തെ സംഭവം കാണാനില്ല. മിക്കപ്പോഴും കലത്തും ഒട്ടിപ്പിടിക്കാറുണ്ട്. എന്നാലും ഞാനത് മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷെ ഇന്നെന്തോ ഞാൻ മറന്നുപോയി. അതിനങ്ങനെ ഉരുകി തീരാനായിരിക്കും യോഗം. അതങ്ങനെ പിന്നെ മനസ്സിലായി ഇതായിരുന്നു സംഭവം. ഇതാണ് അവിടെ ഉരുകി പോയിക്കണ്. ആകെ സീനായിട്ടിരിക്കുക. നമ്മുടെ ബർണറൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അതൊക്കെ ഞാൻ പറയേണ്ടവരോടൊക്കെ വിളിച്ച് പറഞ്ഞു. സൂനുവിനോടും അച്ഛനോടൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് വേഗം തേങ്ങയൊക്കെ ചിരകി ഇനി ചട്നി ഉണ്ടാക്കാനാട്ടോ. ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല. കാരണം ഇന്നലെ പരിപ്പും തക്കാളിയും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ അരച്ചിട്ട്. അത് രാത്രി ചൂടാക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. രാവിലെ ചൂടാക്കിയപ്പോഴും കുഴപ്പമൊന്നും തോന്നിയില്ല. എന്നാൽ പിന്നെ അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കാരണം മൊത്തത്തിൽ ഇന്നത്തെ ദിവസം പോയെന്ന് എനിക്ക് തോന്നി കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു പണിയല്ലേ കിട്ടിയത്. അങ്ങനെ നമ്മൾ ചട്നിക്കുള്ള അരച്ചു. അതിൻ്റെ ഇടയിൽ ചായ, കാപ്പി ഇതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഗ്രീൻ ബീൻസും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് കുത്തിക്കാച്ചെടുക്കാനാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടേ. അപ്പം അത് വേഗം ഒന്ന് തോല് കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ കത്തി കാണാണ്ട് ഞാൻ അതിന് കുറേ നടന്നു കേട്ടോ. അതും കാണാണ്ടായി. അയ്യോ, എനിക്ക് ആകെ ഒന്ന് പ്രാന്താവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അത് കിട്ടി. ഇത് നീരപ്പൻ്റെ കത്തിയാണ്. അവനത് കൂടുതൽ ഉപയോഗിക്കുക. എനിക്ക് എന്തോ താല്പര്യമില്ല ഈ കത്തി. കുഞ്ഞേ ഒരു കത്തിയാണ്, വലിയ മൂർച്ചയില്ല കേട്ടോ. പക്ഷേ വേണമെന്ന് വിചാരിച്ച കൈയൊക്കെ നല്ല രീതിക്കൊന്ന് മുറിഞ്ഞും കിട്ടും. അങ്ങനത്തെ ഒരു കത്തിയാണ്, ബ്ലേഡ് പോലത്തെ. അതുകൊണ്ട് നീരവന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഞാൻ കുറേ ബലം പിടിക്കും കത്തി, അതാണ് പ്രശ്നം. അതിന് നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങോട്ട് ചതച്ചെടുത്തു. പിന്നെ അതാ കടുക് പൊട്ടിക്കുകയാണ്. ഇത് ചട്നിയിലേക്കാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കാൻ നോക്കിയിട്ട് എല്ലായിടത്തേക്കും അങ്ങോട്ട് ചൂടെത്തണില്ലേന്ന് എനിക്കൊരു സംശയം. അതിട്ട് കുറേ കുലുക്കി എങ്ങനെയൊക്കെ കടുകിനെ പൊട്ടിച്ചെടുത്തു. പിന്നെ അതാ ചട്നിക്കുള്ളത് ചൂനിയമുളക് ഇടയിൽ പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അങ്ങനെ ചൂടാക്കിയെടുത്തത്. അതും കൂടി ഇട്ടപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പിലൊക്കെ അത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ അങ്ങോട്ട് കൊമ്പ് പോയിട്ട് ഇപ്പോഴേ കൂടുതൽ രഞ്ചരേച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെച്ചതാ, കുറച്ച് ഉണങ്ങാൻ തുടങ്ങിയേക്കണം. അങ്ങനെ അത് അങ്ങോട്ട് റെഡി ആയിപ്പോൾ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങ ഇനിയിപ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് വേണം കറി വയ്ക്കാൻ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ കട അടച്ചിട്ടേക്കുക. അപ്പോൾ പിന്നെ തിരിച്ച് പോകുന്നൊന്നും മേടിക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കറി വയ്ക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തു വെച്ചു. കടയിൽ പോയി എന്തെങ്കിലും മോര് കറി ഉണ്ടാക്കാനുള്ള സംഭവം മേടിച്ചിട്ടേ വന്നിട്ട് മോര് കറി ഉണ്ടാക്കുക. അതുവരെ ചോറ്റുപാത്രത്തിൽ ഇരുന്നോട്ടെ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ വെച്ചിട്ടേ.
അങ്ങനെ ഇതാ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് കാച്ചാൻ വേണ്ടിയിട്ടാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് ഈ ഗ്രീൻ ബീൻസിനെ അങ്ങോട്ട് തട്ടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പണി കൂടെ അവസാനിക്കുമ്പോൾ ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി നീരപ്പനെ എണീപ്പിക്കുക, അവനെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടി നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പണി കഴിയുമ്പോഴേക്കും സമയം 7:30 ആയിട്ടുണ്ട്. അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും നമ്മുടെ ബേസിൻ്റെ ഉള്ളിൽ കേട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പാത്രങ്ങളൊക്കെ ഒന്നും കൂടെ കഴുകി വയ്ക്കുക കേട്ടോ. എന്തെങ്കിലും കുത്തുകൊള്ളാൻ പേടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പഴുതാരനൊന്നും കാണാൻ തീരെ ഇഷ്ടമല്ല. അവരോട് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മുന്നിലേക്ക് വരരുത്. എനിക്ക് ഇങ്ങനത്തെ കടിക്കണ രീതിക്കുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ. അതിനെ കണ്ടപ്പോൾ തന്നെ പകുതി ജീവനും പോയി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും നീരപ്പം എണീറ്റു കേട്ടോ. ഇതെടുത്തിട്ടുണ്ടോ? നീ ജെല്ല തുടക്കുവോ പെട്ടെന്ന് തന്നെ? ഗുഡ് ബോയ്. അവന് ഉണ്ണിയുടെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനെ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ വേഗം അവൻ്റെ യൂണിഫോം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ചെയ്യാൻ വന്നേക്കുക കേട്ടോ. എന്നും വിചാരിക്കും ഇതൊന്നും നേരത്തെ ചെയ്ത് വെച്ചെങ്കിലോ എന്ന്. പക്ഷേ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അത് ചെയ്യേണ്ട സമയമാകുമ്പോൾ വേറെ എന്തെങ്കിലും പണിയിൽ പെട്ടിട്ട് ഇതങ്ങോട്ട് മറന്നു പോവും. അതാണ് ഇപ്പോൾ പതിവ്. അതുകൊണ്ട് മുന്നേ കൂട്ടി ചെയ്ത് വെക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ട്രൗസറും ഷർട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ വിളിക്കുന്നുണ്ട്, സനേഷേട്ടൻ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും മോനും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേഗം അയൺ ചെയ്യാൻ അങ്ങോട്ട് ഓടി വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി അവനെ സ്കൂൾ ബസ് കയറ്റി വരണ വരെ എന്താ പറയുക, ഓട്ടം തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ച്. കാരണം 8 മണി കഴിഞ്ഞിട്ടുണ്ട്, 8:10 ആയിട്ടുണ്ട് കേട്ടോ. അവനിനി കുളിപ്പിച്ച് വരുമ്പോൾ 8:30 സ്കൂൾ ബസ് വരിക. ആ സമയത്തുകൊണ്ട് അവനെ വിടണം, റെഡിയാക്കി വരണം. ഇന്നത്തെ ദിവസം മൊത്തം പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അവൻ്റെ ആണെങ്കിൽ ഒന്നും ആയിട്ടില്ല. അതാ ഞാൻ പിന്നെ വേഗം വിളക്ക് വയ്ക്കണത്. ഇനി കുളിപ്പിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് കുളിക്കാനും സമയത്തിന് കുളിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് വിളക്ക് വയ്ക്കലൊക്കെ പെൻഡിങ് ആയിരുന്നു. രാവിലെ ഡെയിലി വിളക്ക് വെച്ച് ശീലിച്ചിട്ട് ഇപ്പോൾ വിളക്ക് 1-2 ദിവസം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റണ ദിവസങ്ങളിലൊക്കെ വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇനി എങ്ങാനും കുളിക്കാണ്ട് അങ്ങനെയുള്ള രീതിക്കൊക്കെ വയ്ക്കാൻ പറ്റിയില്ലേ ഭയങ്കര വിഷമമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ വേഗം വെച്ചു. അതിന് ഉണ്ണിതയിൽ ഇഡ്ഡലി പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ടേ പ്ലേറ്റിലിട്ട് കൊടുത്തുട്ടോ. ചട്നിയും കുറച്ച് പഞ്ചസാരയും വേണമെന്ന്. ചട്നി എന്തായാലും കൊടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര എന്തായാലും അവന് വേണമെന്നാനും. അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ടോളിയിട്ട് പറയണുണ്ട് കേട്ടോ, വേഗം ഓരോ കഷ്ണങ്ങളെടുത്ത് വായിൽ വെക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ അത് ഒരെണ്ണം വായിൽ വെച്ചിട്ട് അത് അങ്ങനെ ഇരിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ട് വേഗം ചടപടേന്നാക്കണം കേട്ടോ. അതിനിടയിൽ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വീഡിയോ അഡിക്റ്റ് ആയിക്കണു. ഇപ്പം എപ്പോഴും അതെന്ത് ചെയ്യുമ്പോഴും ക്യാമറ അടുത്തുണ്ടാവണം എന്ന് നിർബന്ധമായിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ലഞ്ച് ബോക്സൊക്കെ കെട്ടി, എന്താ ഗ്രീൻ ബീൻസും പിന്നെ പരിപ്പും തക്കാളിയായിരുന്നു കേട്ടോ, അതൊക്കെ കെട്ടി വെച്ചു. ഇപ്പോഴത്തെ എൻ്റെ ഷോൾഡറിൽ അവൻ്റെ പോക്കറ്റിൽ വെക്കാനുള്ള ടവലാണ് കേട്ടോ, ഹാൻഡ് കർച്ചീഫില്ല, അതാണ്. അപ്പം ഞാനത് പോക്കറ്റിൽ വെച്ച് കൊടുത്തില്ല, ആ ഒന്ന് മറന്നുപോയി. അപ്പോൾ എന്തായാലും ഈ ടവലെടുക്കണ കൂട്ടത്തിൽ അതും കൂടി എടുത്തു, മറക്കാണ്ടിരിക്കാൻ തോളത്തിട്ടേക്ക് കേട്ടോ. അവന് ഇന്നലെ ABCDയുടെ ബിസ്ക്കറ്റ് തന്നു വിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കപ്പ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണം സ്കൂളിലേക്ക് തന്നു വിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ അത് വയ്ക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ വയ്ക്കൽ പതിവില്ല, എന്നാലും കുട്ടി പറഞ്ഞല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനത്തെ ഓരോന്നൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും, ചിലപ്പോൾ അതായിരിക്കും. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ബോട്ടിൽ വെള്ളം നിറച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം പിന്നെ വെള്ളം കൂടെ നിറച്ചിട്ട് വേണം ഇനി പോവാൻ. മൊത്തത്തിൽ ലേറ്റ് ആവണുണ്ട് കേട്ടോ. ഞാനിത് എന്താ ചെയ്യണേന്ന് എനിക്ക് തന്നെ ഒരു ബോധമില്ലേ. ഞാൻ നല്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും സമയമാകുമ്പോഴേക്കും ഞാൻ അവനെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇറക്കണം, ആ ഒരു വിധത്തിലാട്ടോ നിൽക്കണത്. അപ്പോൾ വെള്ളം കൂടി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർന്നു. ബോട്ടിൽ നല്ലോണം ഒന്ന് കഴുകാറായിട്ടുണ്ട് അവൻ്റെ വെള്ളം ബോട്ടിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിക്കണത്, ശനിയാഴ്ചയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഉള്ളിൽ മറ്റേ പതിമുഖമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു കളർ വന്നേക്കണം. അപ്പോൾ അത് കഴുകണ്ടേന്നൊക്കെ ആലോചിക്കണം കേട്ടോ. പിന്നെ അതാ ടവലൊക്കെ വെച്ച് കൊടുത്തു. ഇനി അവന് വേഗം ചടപടേന്നാവട്ടെ. ഇനിയിപ്പോൾ 8:20 ആയിട്ടുണ്ട്. 8:25 അലാം അടിക്കും. അപ്പോഴേക്കും നമുക്കിതൊക്കെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കണം. അപ്പോൾ ചായയൊക്കെ കൊടുത്ത് വേഗം ഇറങ്ങുമ്പോഴേക്കും എന്താ ഷൂ ഇടുമ്പോഴേക്കും നമ്മുടെ സ്കൂൾ ബസ് വന്നു. ഞങ്ങൾ ഓടിട്ടോ. ഫേഷ്യൽ റേസറാണ് കേട്ടോ, ഇന്നലെ കടയിൽ പോയിപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ പുരികൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് വൃത്തികേടായിക്കണു. എന്നാൽ പിന്നെ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഷേവിങ് സെറ്റോണ്ട് ഞാൻ അതുവരെ ചെയ്ത് തരുന്നത്, അതൊന്ന് തുരുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് മുഖത്ത് കുരുവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ അപ്പോൾ ബ്ലേഡിൻ്റെ അലർജിയാണോ എന്ന് അറിയില്ല, ഈ ചെയ്ത ഭാഗത്തൊക്കെ ഇങ്ങനെ കുരു പൊന്താറുണ്ട് കേട്ടോ, പുരുകത്തിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന്. കുറേ വ്ളോഗിൽ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. 60 രൂപയും കണ്ടുള്ളൂ. അപ്പോൾ അതും കൂടെ മേടിച്ചപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിക്ക് കിട്ടി. ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒല്ലയുടെ മോയ്സ്ചറൈസറാണ്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് പുരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒന്നും അപ്ലൈ ചെയ്യാറില്ല ഞാൻ, അതായിരിക്കും ചിലപ്പോൾ കുരു വരണത്. ഇപ്രാവശ്യം ഞാനൊന്ന് മോയ്സ്ചറൈസർ തേച്ച് നോക്കി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് കിട്ടണമുണ്ട് പുരികം. പോരാത്തതിന് ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ, നല്ല രീതിക്ക് ഹെയറൊക്കെ പോകുന്നുണ്ട്. അവരതാ ഈ ഒരു പുരികം ശരിയായിപ്പോൾ എന്തായാലും മറ്റതും കൂടെ ഈ ഒരു രീതിക്ക് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുക. പക്ഷേ എൻ്റെ പുരികത്തിൻ്റെ ഒരു സൈഡിലാണ് കുനിപ്പുള്ളൂ കേട്ടോ, ഇപ്പുറത്തെ സൈഡിലില്ല. മിക്കതും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവില്ല കേട്ടോ. എൻ്റെ ഈ കുനിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു ചെറിയ കുനിപ്പാണ്. അത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു രസം തോന്നില്ല. അവരോട് എപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാണ്ട് ചിലപ്പോൾ റിമൂവ് ചെയ്യും കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലാക്കി തരാറില്ല. പിന്നെ എനിക്കെന്തോ ഞാൻ ചെയ്യണത് തന്നെയാണ് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്ത് നോക്കി. ആ എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ മുടി വരെ ഒറ്റയ്ക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് ഞാൻ ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അപ്പോൾ നമ്മൾ പുരികൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അലോവേര ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫേസിൽ അവിടെ ഒന്നും ഫേസിൻ്റെ കവിള് ആ ഭാഗത്തൊന്നും ഞാൻ ഹെയറൊന്നും കളഞ്ഞിട്ടില്ല, ആകെ പുരികം മാത്രമായിട്ടേ ശരിയാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഫേസ് മൊത്തത്തിലൊന്ന് അലോവേര ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എൻ്റെ തീരാറായിക്കണു, അതുകൊണ്ട് കുറച്ച് പിശുക്കി എടുത്തതാ. എന്നിട്ട് ഞാൻ വീണ്ടും എടുക്കണുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് നല്ല രീതിക്ക് ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ. അത് കഴുകുമ്പോൾ തന്നെ മുഖത്തേക്ക് ഈ പുരികം കൂടി ശരിയായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല രീതിക്ക് തിളക്കം വന്നു കേട്ടോ. അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വിചാരിച്ചത് എന്നാൽ പിന്നെ ഒന്ന് സ്ക്രബും കൂടെ ചെയ്യാമെന്ന്. സ്ക്രബ്ബർ ചേട്ടൻ പുതിയത് മേടിച്ച് തന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഒരു മാറ്റമില്ല കേട്ടോ, മേടിച്ച് അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ട് വേഗം മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. ഈ ഒരു സാധനം എനിക്ക് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് തേക്കും, കാരണം ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ.
അപ്പോൾ അവിടെ മുരി പോലെ എന്തൊക്കെയോ വരും. എനിക്ക് ഈ ഒരു സംഭവം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഡെയിലി ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കുരു വരണോണ്ടേ അതും പറ്റില്ല. എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവ്, എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നം വരും. ആകെ ഇപ്പോൾ തേക്കാൻ പറ്റണത് ആഴ്ചയിൽ 1-2 വട്ടം ഇതാ. പിന്നെ ഒലയുടെ മോയ്സ്ചറൈസിങ് ക്രീം വരെ തേക്കുമ്പോൾ എൻ്റെ മുഖത്ത് ചില സമയത്ത് കുരു വരണ പോലെ തോന്നും. അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് എൻ്റെ കൂടെ നിൽക്കണം ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൂടെ തേച്ചപ്പോൾ കണ്ടില്ലേ എൻ്റെ മുഖക്കൊന്ന് എന്തോ പറയുക, ഒരു രസമായിട്ടുണ്ടല്ലേ, ഒരു തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ വേഗം കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് പൗഡറും പിന്നെന്താ ക്രീമൊക്കെ തേച്ചൊന്ന് മിനുങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം പൊട്ടൊക്കെ കുത്തിയിട്ട് വേണം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. വേഗം പോയി ഒരു കൂടിയൊക്കെ തൊട്ടു. എന്നിട്ട് ഇതാ ഞാൻ എൻ്റെ ഇഡ്ഡലിയും ചട്നിയും നീരപ്പൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ലേ അതന്നെയാട്ടോ എടുത്ത് കഴിക്കണത്. പിന്നെ എൻ്റെ കട്ടൻ കാപ്പിയും. അപ്പം ഞാൻ എൻ്റെ വീഡിയോ തന്നെയാട്ടോ ഇരുന്ന് കാണുന്നത്. എനിക്ക് എൻ്റെ വീഡിയോ തന്നെ ടി വിയിൽ ഫോണിലും ഞാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ടി വിയിലും കൂടെ വെച്ച് നോക്കും കേട്ടോ, ടി വിയിൽ എങ്ങനെയുണ്ട് കാണാനറിയാൻ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം തുണികളൊക്കെ എടുത്തിട്ട് ഇവിടെ മടക്കായിരുന്നു കേട്ടോ. അടുക്കളയിലെ പണിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. അങ്ങനെ ഇത് മടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ച് വെള്ളം കൂടെ ഒന്ന് മാറ്റാമെന്ന് മീനുകളുടെ. എന്നിട്ട് നമ്മുടെ മീൻ ഒരെണ്ണം പാറ്റാടായിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലത്തെ വെള്ളം മാറ്റും വേണം. പിന്നെ ആ കുഞ്ഞു മീനുകളൊക്കെ ഒന്ന് വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതിനൊന്ന് ഇപ്പുറത്തെ ബൗളിലിട്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ അബദ്ധമായി പോയിട്ട് അവറ്റോൾക്ക് അത്ര വലിയ വളർച്ചയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പോൾ അവർ വലുതായി, ഇനി അവരെന്നെ പിടിച്ച് തിന്നില്ല എന്ന്. കൊണ്ടിട്ട താമസമില്ല അതിനും പിടിച്ച് തിന്നൂടാ. എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ദിവസം എന്ന് പറയാം. ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്ന് എനിക്കൊരു പിടുത്തമില്ല. എല്ലാവരുടെയും തിന്നു, എനിക്ക് മനസ്സിലായില്ല അത്ര വലിയ വായാണ് അവരുടേന്ന്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാടാ. ബൈ.